وكان الإمام الشافعي رضي الله تعالى عنه يقول കഴിഞ്ഞ വാക്കി പറയാണ്. ഇമാം ഷാഫി തങ്ങൾ പറയുമായിരുന്നു, ലോ ഔസ റജുലുൻ ബിമാലിൻ ഇലാ അഅഖലിൻ നാസി ലസറത്തുഹു ഇലാ സാഹിദി ബിദ്ദുനിയാണ്. സമ്പത്തുകൊണ്ട് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ബുദ്ധിയുള്ള ഒരാളിലേക്ക് ഒരാള് വസിയത്ത് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ സമ്പത്ത് നല്ല ബുദ്ധി ഇല്ലാതെ കൊടുക്കണം എന്ന് വസിയത്ത് ചെയ്യുകയാണെങ്കിൽ, എന്നാ പിന്നെ ഞാൻ ആ സമ്പത്തിന് തിരിച്ചു കൊടുക്കാണ് ദുനിയാവിൽ സായിദായി ജീവിക്കുന്ന ആരുണ്ടോ ഓലേക്ക് തിരിക്കുന്നു. അപ്പൊ സായിദായ ആളിലേക്കാണ് തിരിക്കേണ്ടത് എന്നർത്ഥം. അതാണ് ഏറ്റവും നല്ല കാര്യം. സമ്പത്തുള്ള അങ്ങനെ വസിയത്ത് ചെയ്യുകയാണെങ്കിൽ സുഹൃത്ത് വലിയ പ്രാധാന്യമുണ്ടെന്ന് അറിയിക്കാറുണ്ടാവും. അപ്പൊ അതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ അഭിപ്രായം. കാനൽ ഹസൻ ബസരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നത്, യുഹ്ശറുൻ നാസു കുല്ലുഹും ഖുറാതൻ ഇല്ലാ സാഹിദ ഫിദ്ദുനിയാന. ജനങ്ങളെല്ലാവരും നാളെ മനസ്സിൽ നഗ്നന്മാരായിട്ടേ വരും. എല്ലാവരും അവർത്തും വെളിവാക്കിയിട്ടൊക്കെ പരസ്പരം കാണൂല, കാണാൻ പറ്റുന്ന സന്ദർഭമല്ല. എന്നിരുന്നാലും അവർത്ത് വെളിവാക്കിയിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അതിൽ അവർത്ത് വെളിവാകാത്ത ഒരാള് തന്റെ ദുന്യവിയായ ജീവിതത്തിൽ സായിദായി ജീവിച്ച ഒരാളാ. സായിദായി ജീവിക്കുമ്പോൾ വലിയ പ്രയാസമൊക്കെ ഉണ്ടാവുമല്ലോ, അത്രയും തരണം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സായിദായി ജീവിച്ച ഒരാളാണെങ്കിൽ അയാളെ നാളെ മനസ്സിൽ നഗ്നാവൂല എന്നാ പറയുന്നത്. പറയുന്നത്, അസാഹിദു അസ്സാദിഖു യുഖീമു സുഹ്ദഹു ബിഫിഅലിഹി വൽ മുതഫഇലു യുഖീമു സുഹ്ദഹു ബിഖൗലിഹി മിൻ ഗൈരി ഫിഅൽ എന്ന. മഹാൻ പറയുന്നത്, സാഹിദ് സത്യസന്ധനായ ഒരു സാഹിദാണെങ്കിൽ അയാളുടെ സുഹൃത് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് നിലനിർത്തുക. അതേ സമയത്ത് സുഹൃതാണ് നടിച്ച് നടക്കുന്ന ആളോ അദ്ദേഹത്തിന്റെ സുഹൃത് വാക്കുകൊണ്ടേ ഉണ്ടാവുള്ളൂ, കർമ്മം കൊണ്ടുണ്ടാവില്ല. സാദിക്കായ സുഹൃതാകുമ്പോ യഥാർത്ഥ സുഹൃതാവാക്ക് വാക്കും പ്രവൃത്തി ഒരുപോലെ ആയിരിക്കും. കള്ളനായിരിക്കുന്ന ആളാണെങ്കിൽ വാക്കിൽ നല്ല സുഹൃതായിരിക്കും, പ്രവൃത്തി കാണൂല്ല. അപ്പൊ രണ്ട് ജാതി സുഹൃത്തുണ്ടെന്ന് മനസ്സിലായി. വഖദ് ഖാല റജുലു സുഫിയാന ബിൻ ഉയൈന റഹിമഹുല്ലാഹു തആല, ഒരാള് വന്നിട്ട് സുഫിയാൻ തങ്ങൾ ചോദിക്കുകയാണ്, ആ ദസ്തഹി അന്നറ ആലിമൻ സാഹിദൻ ഫിദ്ദുനിയ, ദുനിയാവിൽ നല്ല ഒരു സാഹിദായ ഒരു പണ്ഡിതനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഫഖാലു, അപ്പൊ പിന്നെ സുഫിയാൻ എന്നവര് അയാളോട് പറയാണ്, മനെ തിൽക വാല്ലത്തുല്ല തൂജുദില്ലാന, അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, വീണുപോയി, അത് കിട്ടാല്ല. കാരണം വെറും തനിച്ചൊരു ഹലാല് വേണം. ആ ഹലാലിന് മാത്രമേ സുഹൃത് ഉണ്ടാവുകയുള്ളൂ, അല്ലാത്തൊന്നും സുഹൃത് ഉണ്ടാവില്ല. അപ്പോ അത് കാണാൻ കഴിയില്ല. അപ്പൊ അതിനാ യൂജുദാലിക്ക, ആ തനിച്ച ഹലാല് എവിടുന്ന് കിട്ടാൻ? എത്രത്തോന്ന് വെച്ചാൽ അത്തൽ ഇന്നൽ ഇൻസാണ് യസൽഹി, ആ ഹലാലായ മാർഗത്തിലൂടെ ആ മനുഷ്യർ സായിദായി ജീവിക്കാൻ കഴിയണം. അങ്ങനെ പറ്റുന്ന ഹലാലിന്ന് കിട്ടാനില്ലല്ലോ. അപ്പൊ പിന്നെ അയാള് സായിദാകത്ത് കാര്യമില്ലല്ലോ എന്നായി. സുഹൃത്തുണ്ടാവില്ല, ഹലാലിന്റെ മാത്രമാണ്. അത് പിച്ച് പറഞ്ഞ പോലെ നല്ല സായിദ പണ്ഡിത കാണാൻ അപ്പൊ കഴിയൂല അതിനർത്ഥം. കൊൽത്തു ഷെറായിമൻ പറയാണ്, ഇന്നൽ ഹലാല മൗജൂദൻ വൽ മഖാമാത്തു മൗജൂദത്തുൻ. സംഗതി അങ്ങനെയൊക്കെയാണെങ്കിലും എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ, ഹലാലൊന്നും ഉണ്ടല്ലോ, ശരീരം ഹലാലൊന്നും ഉണ്ടല്ലോ, ഇല്ല അറിയാൻ പറ്റില്ലല്ലോ. സ്ഥാനമാനങ്ങൾ അതും ഒന്നുണ്ട്. പക്ഷെ വലാകിൻ ഹലാലു കുല്ലി ഇൻസാൻ വഖാമു അലാ ഖദ്രി ഹാലിഹി എന്നാണ്. എല്ലാ മനുഷ്യന്റെയും ഹലാൽ എന്താണെന്നും അവന്റെ സ്ഥാനമാനങ്ങളൊക്കെ ഓന്റെ അവസ്ഥയുടെ നിലപാടെങ്ങനെയുണ്ട് അതനുസരിച്ചൊക്കെ വരുള്ളൂ എന്നാണ്. ആ ഹലാല് കിട്ടാഞ്ഞിട്ടും മക്കാമില്ലായിട്ടൊന്നും അല്ല, ഉണ്ട്. ഒരു ധാരിക്ക അതുകൊണ്ട് തന്നെ അല്ലേ പരമശായോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന നബിതങ്ങൾ നമ്മൾ തേടിയത് അന്നകുല ഹലാലൻ, എന്താ തേടി? നമ്മൾ ഹലാലായ ഭക്ഷണം കഴിക്കണം. ഇതാണ് നബി നമ്മൾ പറഞ്ഞത്. വനത അസ്സാബിഹി ഫിൽ അഖ്ലാഖി വൽ മഖാമ
സ്ഥാനമാനങ്ങളിലും സ്വഭാവങ്ങളിലൊക്കെ നബിയോട് നമ്മൾ പിന്തുടരുകയും വേണം. ഇതാണ് വേണ്ടത്. ഇത് നമ്മൾ റസൂൽ തേടിയതാ. വലൗലാ വുജൂദുൽ ഹലാലി വ ഇംകാനു തറഖി, ഹലാലില്ലാന്ന് വെക്കുക, പടവുകൾ കയറി പോകാൻ സാധ്യമല്ലാന്നും വെക്കുക. എന്നാ പിന്നെ എല്ലാ ബത്തലത്തിൽ അഹക്കാമു സറയ്യത്തു മിൻ ഖുറൂനി മുതഅദ്ദിദത്തിൻ, ഒരുപാട് കാലമായല്ലോ ഇപ്പൊ കഴിഞ്ഞു പോയിട്ട്, അന്ന് മുതലേ ഈ സറയ്യായ നിയമങ്ങൾ നശിച്ചു പോയെന്ന് പറയേണ്ടി വരുമല്ലോ. അതില്ലല്ലോ, നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, പക്ഷെ പാലിക്കാത്തതാണ് വിഷയം. അപ്പൊ തമ്മ ഇല്ലാമയ്യൊരു ഹലാലൻ, അപ്പൊ മാ സമ്മ, അപ്പൊ അവിടത്തിലില്ല ഇല്ലാമയ്യൊരു ഹലാലൻ, ഹലാലായ ഭക്ഷണം കഴിക്കുന്നവരല്ലാതെ ഇല്ല. യഖാഫു അല്ലാഹ അസ്സ വജല്ല, അള്ളാഹനെ ഭയപ്പെടുന്നവരും ആയിട്ടല്ലാതെ ഇല്ല. വയസ്ഹദു വയതവറു, അവൻ സൂക്ഷ്മസ്ഥാനിയാണ്, സായിദാവും. ഈ നിലപാടൊക്കെ ഇല്ലാത്ത ഒരാളിപ്പോ ഒന്നില്ല, ഉണ്ടല്ലോ. പക്ഷെ വലാകിൻ അലാ ഖദ്രി അള്ളിഹി വനസീബി, അവന്റെ ഭാഗ്യം പോലെയും അവന് നസീബും ഭാഗ്യം കണക്കെടുത്തില്ല, അതനുസരിച്ചൊക്കെ ആയിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അവരെ കൗലു അല്ല കൗലഹു ലം യൂജിദിൽ ഹലാലു അലാ സബീൽ മുബാലഗ വല്ലാഹു അഅലം. അങ്ങനെ വരുമ്പോൾ ഇവിടെ പറഞ്ഞല്ലോ മഹാനവറുകൾ, ആര് പറഞ്ഞു? സുഫിയാൻ എന്നവര് പറയുകയാണെന്ന് എവിടെ ഹലാലൊക്കെ വീണ് പോയിരിക്കലൊക്കെ പറഞ്ഞു. അങ്ങനെ സുഫിയാൻ എന്നവര് പറഞ്ഞ വാക്ക് ലം യൂജിദിൽ ഹലാൽ, ഹലാലില്ലാന്ന് തന്നെ പറഞ്ഞത്. ആ വാക്ക് അലാ സബീൽ മുബാലഗത്തി, അത് അധികരിപ്പിച്ച് പറയുക എന്ന നിലക്ക് പറഞ്ഞതാണ്. കുറച്ചൊക്കെ ഹലാലുണ്ട്, കൂടുതലില്ലാന്ന് തന്നെ പറയാനുള്ളൂ. അപ്പൊ കൂടുതലായിട്ട് ഇപ്പൊ ഹലാലില്ലാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി, ആ നിലക്ക് പറഞ്ഞതാണ്. അല്ലാതെ ഹലാൽ ഇല്ലാതെ ആയിട്ടല്ല പറഞ്ഞത്, ഹലാലുണ്ട് തീരെല്ലാന്നല്ല. ഒന്നാകാലം അപ്പൊ എന്താ പറഞ്ഞത്? ജാഹിദാവുക, നല്ലവനായി ജീവിക്കുക, ഇതൊക്കെ തന്നെ. അപ്പൊ സ്വർഗത്തിലും അല്ല സ്ഥാനമാനവും വ്യത്യാസം ഒക്കെ ഉണ്ട്. ഫഖദ് കാന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യഖുൽ, മഹാൻ പറയുന്നു, മൻ കാന അക്സറൻ നാസി സുഹദൻ ഫിദ്ദുനിയ വഹുവ അക്സറു അമലൻ സാലിഹാ, ജനങ്ങളെ കൂട്ടത്തിൽ ദുനിയാവിൽ സാഹിദായ ഏറ്റവും അധികരിച്ചവൻ, സൽക്കർമ്മങ്ങളുമായി അവൻ നല്ല അധികമുള്ളവനായിരിക്കും. ജനങ്ങൾ ഏറ്റവും അധികമുള്ളവൻ സൽക്കർമ്മത്താൽ അവൻ നല്ലവനായിരിക്കും എന്നാണ് പറഞ്ഞത്. സുഹൃത്തുണ്ടെങ്കിൽ അമലൊക്കെ വർദ്ധിക്കും. മക്കാന ഇബ്രാഹിമിന് അധികം റളിയല്ലാഹു തആല അൻഹു യഖൂൽ, മഹാൻ പറയുന്നത്, മൈദഅ സുഹദ ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ചിടം സായിദാന്ന് വാദിച്ചു. ഉമ്മ വളിമ മിമ്മൻ യൻഖുസു ഇൻദ അഹ്ലിഹാ, പിന്നീട് ആ ദുനിയാവിന്റെ അഹ്ലുകാരടുക്കൽ വെച്ചിട്ട് ആ ദുനിയാവിനെ ചെറുതായി കാണുന്നവരുണ്ടെങ്കിൽ ആ ചെറുതായി കാണുന്ന ആളോട് ഇവൻ ദേഷ്യം വെച്ചു. ഇവൻ സാഹിദാണെന്നാ പറഞ്ഞത്. എന്നിട്ടോ ഇവൻ എന്ത് ചെയ്യണത്? ദുന്യാവിന്റെ അധികാരടുത്ത് വെച്ച് നോക്കുമ്പോ ദുന്യാവ് കുറവാണ്. അങ്ങനെ കുറഞ്ഞ ഒരാൾക്കാരെ കാണുമ്പോൾ ഇവൻ ദേഷ്യപ്പെടുക. അതെന്താ കാര്യം? അങ്ങനെ വരുമ്പോൾ കാതിബാഹു, അവൻ സാഹിദാണെന്ന വാതിൽ പച്ച കള്ളം പറയുന്ന ആളാണ്, കള്ളവാദം വാദിക്കുന്ന ആളാണ്. സാഹിദാന്ന് വാദിച്ചതൊന്നും കാര്യമില്ല. ഫഖാന ഇബ്നു സയ്യിദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു, ലൈസ ശൈഉൻ നഖതഅ ലിദ്ദിക്രി ഇബ്ലീസ് മിന സുഹദി ഫിദ്ദുനിയാ, ഇബ്ലീസിന്റെ മുതുക് പൊട്ടിക്കുവാൻ, ഇബ്ലീസിന്റെ മുതുകല്ലൊടിക്കുവാൻ ഏറ്റവും നല്ല വസ്തു ഏതാണ്? ദുനിയാവിലെ സാഹിദാവുക എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ സുഹദായി ജീവിക്കുക എന്നതിനേക്കാൾ ഇബ്ലീസിന്റെ മുതുകിനെ പൊട്ടിക്കാൻ പറ്റുന്ന ഒരു വസ്തുവില്ല. ഇബ്ലീസ് പോലും തോറ്റുപോകുന്ന ഒരു ഔഷധമാണ് എന്ത് സുഹൃദയം. വക്കാന ഇബ്നു സമ്മാഖ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ഖസ്വാറു സുഹദി ഫിദ്ദുനിയാ മദ്കൂറൻ ബിൽ കുതുബി വലാ നജിദ് ലഹു ഫായിലാ, ഗ്രന്ഥത്താളുകൾ ഇതപ്പോ നമ്മൾ വായിക്കുന്നു. ഇവിടെ സുഹദ് കിതാബിലുണ്ട്. ഒരുപാട് കിതാബ് അടച്ചു നോക്കുമ്പോ കിതാബുകളിലൊക്കെ ദുനിയാവിൽ വെച്ച സുഹൃത്ത് പറയപ്പെട്ട് കിടക്കുകയാണ്. കിതാബിലുണ്ട് സുഹൃത്ത്, പക്ഷേ അതിനെ പ്രവർത്തിക്കാൻ ആൾക്കാരില്ല. കിതാബിന് ഇഷ്ടം പോലെ വായിച്ചർത്ഥം വെക്കാൻ എന്നെ പോലത്തെ ഉണ്ടാവുമല്ലോ, സുഹൃത്തുണ്ട് മറ്റുണ്ട് മറ്റൊക്കെ പറയാനും. പക്ഷെ ആ സുഹൃത്തനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കിട്ടാനില്ല എന്നതാണ്. അത്രയും വളരെ വളരെ വിരളമായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്ത് എന്നർത്ഥം. ഒരിക്കൽ യൂനുസ് എന്ന തങ്ങളോട് ചോദിക്കപ്പെടുകയാണ് എന്തിനെ കുറിച്ച്? അൻവായത്തി സുഹദി ഫിദ്ദുനിയ,
ദുനിയാവിൽ അങ്ങേയറ്റത്തിന് സുഹൃത്തുണ്ട്. അതിനെ കുറിച്ചാണ് ചോദിച്ചു, വെറും സുഹൃത്തല്ല. അപ്പൊ എന്ത് പറഞ്ഞു? വക്കാലായി ഒരു ചെന്ന് ചോദ്യകർത്താവൻ മറുപടി കൊടുക്കുകയാണ്, ദുനിയാവിൽ എല്ലാം കൊണ്ട് സുഖമില്ലാതിരിക്കലാണ്. ദുനിയാവ് കൊണ്ട് എല്ലാ നിലയിലും സുഖമുണ്ടെങ്കിലോ അപ്പൊ സുഹൃത്തില്ല. എല്ലാ സുഖം ഇല്ലെങ്കിൽ സുഹൃത്തുണ്ട്. അതാണ് അങ്ങേറ്റത് സുഹൃത്ത് എന്നാണ്. പുൽത്തു ഞാൻ പറയുന്നു, ഈ പുണ്യമായിരിക്കുന്ന ഇഷ്ടാനികളിലെത്തിയതായിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അക്കൂട്ടത്തിൽ ഞാൻ എത്തിച്ചവർ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ആര്? ശൈഖുനാ സയ്യിദി അലിൽ ഖവ്വാസ് അബ്ദുല്ലാഹിൽ ഭൂമി അൽ മദ്ഫൂൻ ബിതുർബത്തിൽ അമീർ യസ്ബഖ് ഖാരിജ മിസ്ര. മിസ്റിന്റെ പുറത്തുള്ള യസ്ബക്കിലെ ഭരണാധികാരിയുടെ ഭൂമിയിൽ മറമാടപ്പെട്ടതായിരിക്കുന്ന ഷെയ്ഖ് അബ്ദുല്ലാ ഭൂമിയും ഷെയ്ഖ് അലിയിൽ മുഫ്തി ബിസ്വാലിഹിയത്തി മിസ്ര, മിസ്രിൽ വെച്ച് നല്ലതായിരിക്കുന്ന രൂപത്തിൽ ഫത്വ നൽകുന്നവരുമായ ഷെയ്ഖ് വശൈഖ് ശംസുദ്ദീൻ സംനൂദി വശൈഖ് മുഹമ്മദ് അൽ മുനീർ വശൈഖ് അബ്ദുൽ ഹസൻ അൽ ഗംദി വശൈഖ് അബ്ദുൽ അലി ബിൻ മുസ്ലിഹ് വശൈഖ് മുഹമ്മദ് ബിൻ ദാവൂദ് وشيخنا الشيخ أمين الدين إمام جامع الغمدي رضي الله عنهم. ഈ മഹാന്മാരൊക്കെ ഞാൻ എത്തിച്ചു കൂടിപ്പെട്ട ആൾക്കാരാണ്. ഇവരൊക്കെ സുഖത്തിലുള്ള ആൾക്കാരായിരുന്നു. റളിയല്ലാഹു. അപ്പോൾ ഈ കൂട്ടർ മുഴുവനും കാനത്തി ദുനിയാവി ഐതിഹ്യം, പ്രപഞ്ചക്കൊല കയ്യിലായിരുന്നു. ലാവിയ കൊല്ലൂവിയും അവിടെ ഹൃദയത്തിൽ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തയില്ല, കയ്യിലുണ്ട്. ഇപ്പൊ ആരെങ്കിലും ചോദിച്ചു വന്നാൽ ചോദ്യകർത്താവിന് അവർ മടക്കി വിടൂല, തിരിച്ചു എന്നൊരു സാധനം കൊടുത്തിട്ടേ വിടുള്ളൂ. വലോ തലവഴി മാമത്താഴിയും ആരെങ്കിലും വന്നിട്ട് ഈ സൂഫിയകൾ തലപ്പാവ് ചോദിച്ചാലോ ആയത്താലുക ചോദ്യകർത്താവിന് എന്ത് ചെയ്യും? ഈ ആവശ്യം നിറവേറ്റി തലപ്പാവ് കൊടുക്കും. ഇതൊക്കെയാണ് നീ പറഞ്ഞു. വഖദിലഖിയ ഷെയ്ഖ് മുഹമ്മദ് മിമ്പർ റഹ്മഹുല്ലാഹു തആല. മഹാനവറുകൾ, മിമ്പറല്ല മുനീർ, മിമ്പറോ. ലഖിയ ഷെയ്ഖ് മുഹമ്മദ് മുനീർ റഹ്മഹുല്ലാഹു തആല. മഹാനവറുകൾ ശഖ്സൻ ഒരു വ്യക്തിയെ കണ്ടു. എന്താ വ്യക്തി കാട്ടുന്നു? ഹർബ ജമാലുഹു. ആ വ്യക്തിയുടെ ഒട്ടകമ്പതാ ഓടിപ്പോവുകയാണ്. എവിടെ? ഈ ഹജ്ജ്, ഹജ്ജിന്റെ വേളയിലാണ്. ഹജ്ജിന് പോവുകയാണ്. ആ സമയത്ത് ഒട്ടകം ഓടിപ്പോവുകയാണ്. ഇങ്ങനെ ഒട്ടകം ഓടിപ്പോയതായ വ്യക്തിയെ കണ്ടു. ആര്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് മുനീർ അവർകൾ. അപ്പൊ എന്ത് ചെയ്തു? 500 സ്വർണ്ണ നാണയന്മാർക്ക് കൊടുത്തു. ആ വ്യക്തിക്ക് മഹാൻ കൊടുത്തു. മക്ക. അങ്ങനെ ഈ മനുഷ്യൻ ആ പണം വാങ്ങിയിട്ട് മക്കയിലെത്തി. മക്കയിൽ എത്തിച്ചേർന്നപ്പോൾ ഈ 500 ദിർഹമുണ്ടല്ലോ, അതിന് പകരമായിക്കൊണ്ട് ആ വ്യക്തി മഹാനായ ഷെയ്ഖ് മുഹമ്മദ് മുനീർ തങ്ങളടുത്തേക്ക് വരികയാണ്. മഹാൻ പറയുന്നു, എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട, ഞാൻ അത് തന്നിട്ടില്ല എന്ന് പറഞ്ഞു. وقالوا إني لمعتهالك وآخذ بدلها مع أنه لم يكن بينهما معرفة قبل ذلك. സുഹൃത്തെ, ഞാൻ നിനക്ക് തന്നതായിരിക്കുന്ന 500 സ്വർണ്ണ നാണയം അത് എനിക്ക് തിരിച്ചു തരണ്ട. അതിനു വേണ്ടി ഞാൻ തന്നിട്ടില്ല, ഞാൻ പകരം പിടിക്കുന്നില്ല. രണ്ടുപേർക്കും ഒരു വഴിയോ അല്ല, ഇപ്പൊ കണ്ടതല്ല. ആ മഹാന്മാരെ ഈ പറഞ്ഞത് നോക്കൂ നിങ്ങൾ, അവർക്ക് സുഖത്തിന്റെ നിലപാട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വന്നുറിയാഹി എന്റെ സഹോദര, നീ ആലോചിച്ച് നോക്ക്. ഈ ഫുഖറായി സമാനിക്കാൻ നിന്റെ കാലത്തുള്ള സാധുക്കളും നോക്കാം. ഹജ്ജിന്റെ വഴിയിലാണ് അതികഠോരമായിരിക്കുന്ന ശക്തമായിരിക്കുന്ന ചങ്ങാത്തം. ഈ ചങ്ങാത്തത്തിൽ തിരിച്ചൊന്നും തന്നെ ചോദിക്കാതെ സാധനം അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന ഒരു കൂട്ടുകാർ ഇന്നത്തെ കാലത്തുണ്ടോ? ഒന്ന് പരിശോധിച്ച് നോക്കാം. മാനായതും റുബ്ബമായ എന്തോടുകൂടെ അവരിൽ ഒരാൾ ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കും, എന്ത്? അന്ന ഷെയ്ഖ് മുഹമ്മദ് മുനീർ ദൂരവിൽ മഖാം. ഈ പറയുന്ന ആൾക്കാർക്ക് സ്ഥാനം താഴെയാണ്. ആര്? ഷെയ്ഖ് മുഹമ്മദ് മുനീർ എന്ന് തോന്നിപ്പോകും. അതവർക്ക് ആ നിലയിൽ മഹാനവർ ഒന്നും ചോദിക്കാതെ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള സജ്ജനങ്ങളായ ആൾക്കാരുടെ പാതകൾ, അവരുടെ സ്ഥാനമാനങ്ങൾ, അതിനെയും വിട്ട് പിന്തിപ്പോകുന്നതിന്റെ ശരീരമുണ്ടല്ലോ,
ആ ശരീരത്തിന് മേൽ നീ ഒന്ന് കരഞ്ഞള മനുഷ്യ, എന്താ ശരീരം ഇങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞളാ. ഇതാണ് മഹാരഥന്മാർ. മറ്റൊരു സ്വഭാവം ഇമാമ് നിസ്കാരത്തിലാകുമ്പോൾ ഇമാമിന്റെ പിറകിൽ തക്ബീറത്തുൽ ഇഹ്റാം വേഗം കിട്ടാൻ വേണ്ടി വേഗത്തിൽ വരുമ്പോൾ ചിന്തിക്കൂല. എന്താ കാരണം? ഇത് വീതാലിക താഴ്വിൽ അംദില്ലാഹി അസ്സ വജല്ല അല്ലാ യതഹാവന അഹദും മിന്നും ബി തയ്ഖീരിഹി. അല്ലാഹു തആല കൽപ്പനയുണ്ട്. എന്ത്? അവരൊന്നും ഒരാളും തന്നെ ആ നിസ്കാരത്തെ പിന്തിക്കുന്ന അശ്രദ്ധവാന്മാരാകാൻ പാടില്ല. ഇങ്ങനെ അശ്രദ്ധവാന്മാരാകാൻ പാടില്ല എന്ന അല്ലാഹു തആല കൽപ്പന. ആ കൽപ്പനയെ ആദരിക്കലും ബഹുമാനിക്കലും ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ നിസ്കാരത്തിൽ അല്ലാഹു തആലയുടെ മുജാലസത്ത് കൂടെ ഇരിക്കുക, അങ്ങനെ കൂടെ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്ന രസം, പ്രതിഫലം എന്നിത്യാദി കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, വെറുതെ ബിന്ദുക. ഇത്തരം കാര്യങ്ങളാണ് ചിന്ത. ഫൈനൽ മുബാദിറിൽ അജിരിദാലിക്ക. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉണരുന്നവൻ അവന്റെ സ്വന്തം നഫ്സിന്റെ ആ ഭാഗ്യം എന്താണോ അതിൽ അധ്വാനിക്കുന്നവനാണ്. ഈ ഹിലാവിമൻ ഒരുത്തരതിനായിട്ട് എതിർത്തൻ കാനൽ ബായിസലഹു അലാ തിൽക്കൽ മുബാദിറത്തി, അത്തരം മുബാദിറത്തുകൾ ചെയ്യണം എന്നിട്ട് പ്രേരിപ്പിക്കുന്ന ഒരാളായി മാറി. അങ്ങനത്തെ ഒരു വ്യക്തി ഒഴികെയാണ്. അങ്ങനെ അല്ലാഹു തആലയുടെ കൽപ്പന അംഗീകരിക്കുകയും അതിനാദരിക്കലുമുണ്ട്. അള്ളാന്റെ കൽപ്പന കൊണ്ട് അന്തം പെടാതിരിക്കുക, പന്തം പെടാതിരിക്കുക എന്ന സംഗതിയും ഇതിലുണ്ട്. വലുതാലിക്ക, അതുകൊണ്ടല്ലേ ലമ്മ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ ശാലാകർമ്മം ചെയ്യണമെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൽപ്പിച്ചപ്പോൾ വലം നജ്ദിൽ മൂസ മഹാനവർക്ക് കത്തി കിട്ടിയില്ല. അപ്പൊ മാനവ ചേലാകർമ്മം ചെയ്യുമ്പോൾ കുതൂമ് കൊണ്ടാണെന്ന്. അതെന്താ നോക്കണം? കുതൂരിനാണെങ്കിൽ കുതൂമെന്നാലും നോക്കട്ടെ, അതിനർത്ഥം കിട്ടില്ല. ഏതായാലും കത്തി കിട്ടിയില്ല. അള്ള പറഞ്ഞു ചേലാകർമ്മം ചെയ്യണം. ഉടനെ കത്തി അന്വേഷിച്ച് കിട്ടിയില്ല. അപ്പൊ വേഗം വേറെ സാധനത്ത് ചേലാകർമ്മം നടത്തിയതാണ്. ഫഖീലഹു, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ ചെയ്തപ്പോൾ മഹാനവർ ചോദിക്കപ്പെടുകയാണ്, അല്ലാ സബർത ഹത്താ തജിദൽ മൂസ, അല്ല നിങ്ങൾ എന്തിനിപ്പോ ചേലാകർമ്മം ചെയ്ത്? നിങ്ങൾക്ക് കത്തി കിട്ടുന്നത് വരെ ശ്രമിച്ചു നിന്നൂടെ? അപ്പോൾ മഹാൻ പറഞ്ഞ മറുപടി, ഇന്നത്തെ അല്ലാഹു തആലയുടെ അംറിനെ പിന്തിപ്പിക്കുക എന്ത് അത് വണ്ണമായിരിക്കുന്ന ഒരു കാര്യമാണല്ലോ, പിന്തിപ്പിക്കാൻ പാടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ സഹോദര, ഈ പറഞ്ഞ കാര്യം ശരിക്കും മനസ്സിലാക്കിക്കോ, അതനുസരിച്ച് നീ കർമ്മം ചെയ്തളാ. മറ്റൊരു സ്വഭാവമാണ് ഈ മഹാന്മാരുടെ അടുത്ത് ദുന്യാവ് വളരെ നിസ്സാരമാണ്. റസൂലുള്ളാഹിന്റെ തിരുവഴിയുണ്ട്, അതനുസരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് ദുന്യാവിൽ ശക്തമായ ഒരു ഒഴിവാക്കും. എന്താ റസൂലുള്ളാഹിന്റെ വഴി? ഇന്നലിദ്ദുന്യാ ബനീന വൽആഖിറതി ബനീന വകൂനൂ മിൻ അബ്നാഇൽ ആഖിറതി വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയാ. ഇതാണ് പ്രവാചകന്റെ തിരുമൊഴി. എന്താ തിരുമൊഴിയുടെ സാരം? നിശ്ചയമായിട്ടും ഈ പ്രപഞ്ചത്തിന് മക്കളുണ്ട്, ആഖിറത്തിന് മക്കളുണ്ട്. നിങ്ങൾ ആഖിറത്തിന്റെ മക്കളായി വളരുക, നിങ്ങൾ ദുന്യാവിന്റെ മക്കളാവരുത് എന്നാണ് റസൂലുള്ളാഹിന്റെ വാക്ക്. ഈ വാക്കെടുത്തത് കൊണ്ട് ദുന്യാവ് ഇവർക്ക് വളരെ നിസ്സാരമായി കണ്ടു, ദുന്യാവ് ശക്തമായി ഉപേക്ഷിക്കുകയും ചെയ്യുക. അവർ അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് തുബറാനി ഇമാം വല്ലാത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ദഖൽതു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഒരു ദിവസം റസൂലുള്ളാഹിന്റെ അടുത്ത് ഞാൻ പ്രവേശിച്ചു. ഫവജദ്തുഹു, അപ്പോൾ വിധങ്ങളെ ഞാൻ എത്തിച്ചു. യദ്ഫഉ ശൈഅൻ ബിയദിഹി, അവിടുത്തെ രണ്ട് കൈകളെ കൊണ്ട് എന്തോ ഒരു വസ്തു തടുക്കുകയാണ്. വസ്തു ഞാൻ കാണുന്നില്ല, നബിന്റെ തടുക്കുന്ന പ്രവൃത്തി ഞാൻ കണ്ടു. കണ്ടപ്പോ ഖുൽതു യാ റസൂലല്ലാഹ് മാ ഹാദല്ലദീ തദ്ഫഉഹു, നബിയേ എന്താണ് അങ്ങ് തട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇതെന്താ മനസ്സിലായില്ല. ഇത് പറഞ്ഞപ്പോൾ വഖാല, അപ്പോൾ വിധങ്ങൾ മറുപടി കൊടുത്തത്, അദ്ദുന്യാ തതാവലതി,
എന്ന് പറഞ്ഞു. ദുനിയാവിതാ വഴങ്ങി ഒന്നായിട്ട് എന്റെ അടുത്തേക്ക് വരികയാണ് എന്നെ സ്വീകരിക്കാൻ. അപ്പൊ ദുനിയാവിനോട് ഞാൻ പറഞ്ഞു, നീ പൊയ്ക്കോ, നിന്റെ പാട്ടിലേക്ക് എന്നെ തൊട്ട് എന്നെ പുൽകാൻ വരണ്ട, എന്നെ സ്നേഹിക്കാൻ വരണ്ട എന്ന് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് കൊടുത്തു. നോക്കി എത്രമാത്രമാണ് അവർ കണ്ടത്. ഓരോ വിഷയങ്ങളും ശക്തമായി കണ്ടു, ശക്തമായി അവൻ പ്രതികരിച്ചും നേരിട്ടു. ഒഫിൽ ഹദീസിയായതൻ നീ പറഞ്ഞ ഹദീസിനെ കൊണ്ട് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം. എന്ത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖഫ മുത്തനബിതങ്ങൾ നിന്നു അലാ മസ്ബലത്തി ഖൗമിൻ ഒരു സമുദായം കൊണ്ട് അടിച്ചുപാട് കുപ്പത്തൊട്ടി ഉണ്ടാവും. ആ കുപ്പത്തൊട്ടിന്റെ അരികെ നിന്നു. അവിടെ നിന്നപ്പോ അത് മുനിസിപ്പാലിറ്റി നിർത്തം വെച്ചോളി ഷാത്തൻ മൈത്തൻ. അപ്പൊ ആ മുനിസിപ്പാലിറ്റിയില് ഒരു ചത്ത ആടിനെ കണ്ട് നബി. അപ്പൊ മസകബി ഉദിനിക ചെവിക്കൽ പിടിച്ചു നബി. എന്നിട്ട് വക്കാല മഹാനായ വിധങ്ങൾ ചോദിക്കുകയാണ് ഉദാഹരണത്തിലൂടെ അല്ല നിങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ടോ ഇതായി ചത്ത ആട്ടുംകുട്ടി അതിന്റെ അഖിലികാർക്ക് വളരെ നിസ്സാരമാണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ടോ ചോദിച്ചു. സാലു അവര് പറയുകയാണ് മിന്നവാനിക എന്തും. അപ്പര് പറഞ്ഞത് എന്താണ്? മൻ ഹവാനുക എന്തും. ഈ ഒരു ശവം എന്താണെന്നറിയാമോ? അതൊക്കെ നിസ്സാരമാകും. അങ്ങനെ നിസ്സാരമാകുന്ന കാര്യത്തിൽ പെട്ടതല്ലേ ഇത് എന്നാണ്. അപ്പിൻ ഹവാനിക എന്തും, അത് അവരുടെ അടുക്ക നിസ്സാരമാണ് എന്നൊരു കാര്യത്തിൽ പെട്ടതല്ലേ ഈ ശവം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അൽഖുക യാ റസൂലല്ലാഹി വിധങ്ങൾ അതിടണമെന്ന് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറയുകയാണ് ദുനിയാവ് അഹ്വനു അലല്ലാഹി അല്ലാഹു തആല മേലെ വളരെ നിസ്സാരമാണ്. മിന്നാദിയലാഹിലിഹ ഈ ദുനിയാവിന്റെ അഖിലുകളുടെ മേലിൽ ദുനിയാവ് നിസ്സാരമായതിനെ ഏറ്റവും വളരെ നിസ്സാരമായി നിൽക്കുന്ന ദുനിയാവാണ് അല്ലാഹുവിന്റെ അടുത്ത് എന്നുള്ള. മറ്റൊരു ഹദീസിൽ വായിക്കാമെന്ന് ലൗ അന്ന ദുനിയാ തസിനു ഇൻദല്ലാഹി ജനാഹ ബഅദത്തിൻ മാ സഖാ കാഫിറൻ മിന്നാ സുർബതമാ. ഈ പ്രപഞ്ചം അല്ലാഹു തആലയുടെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വിരസമാനമായി ഉണ്ട് എങ്കിൽ ഒരിക്കലും നിഷേധിക്കുന്നത് ചുറ്റുവെള്ളം അല്ലാഹു തആല കുടിപ്പിക്കുമായിരുന്നില്ല. ഇതാണ് ഈ പ്രപഞ്ചം, അതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെ വെടിയാൻ പറയുന്നത്. വകാന മുഹമ്മദ് ബിൻ മുൻകദിർ റഹിമഹുല്ലാഹു തആല യഖുൽ മഹാൻ പറയുന്നു ദുനിയാ യൗമൽ ഖിയാമത്തി തതബഖ്തറു ബി ദീനതിഹാ വതഖൂൽ യാ റബ്ബി ജഅൽനി ലിഅഹ്സനി ഇബാദിക ദാറാ. ദുനിയാവ് അല്ലാഹുവിന്റെ അന്ത്യനാളിൽ വരികയാണ്, അല്ലാതെ അഴകിന്റെ കാര്യത്തിൽ ഡമ്പും പവറും പറഞ്ഞുകൊണ്ട് വരികയാണ്. അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറയുകയാണ് ദുനിയാവ് വരും. ദുനിയാവ് പറയും യാ റബ്ബി ജഅൽനി, എന്റെ റബ്ബേ നീ എന്നെ ആക്കണേ ലിഅഹ്സനി ഇബാദിക ദാറാ, നിന്റെ അടിയങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വീട് ആർക്കാണ് അവർക്ക് നീ എന്നെ ആക്കി കൊടുക്കണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചു. ഫയഖൂലുല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു മറുപടി നിന്നെ അദ്ദേഹത്തിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഇദ്ഹബി നീ പൊയ്ക്കോ. യാ ലശൈ ഒരു വസ്തു നിനക്കുണ്ടാവൂല, പൊയ്ക്കോ. മൻസൂറ ഇതരപ്പെട്ട ധൂളികളായി നീ മാറിക്കോ. ഇതാണ് പറഞ്ഞത്. ഒബീരിവായത്തിൻ ഒരു റിപ്പോർട്ടിൽ കാണാം ദുനിയാവിനോട് നബി പറയുകയാണ് ഇത് ഹബീരന്നാരി നരകത്തിലേക്ക് പോകുന്നതിന് നീ തടുക്കുക എന്നാണ്. അപ്പോൾ എന്താണെന്നറിയാമോ? അത് പറയും ദുനിയാവ് യാ റബ്ബി വമൻ യുഹിബ്ബുനി മഈ, എന്റെ റബ്ബേ ആരാണ് എന്നെ ഇഷ്ടം വെക്കുന്നവൻ, എന്റെ കൂടെ എന്നെ ഇഷ്ടം വെക്കുന്നവൻ ആരാണുള്ളത്? അപ്പോൾ അദ്ദേഹത്തോട് പറയുന്ന ഭൂമിയോട് പറയുമെന്ത്? അവൻ യുഹിബ്ബുകി ചോദിക്കുകയാണ്, അവൻ യുഹിബ്ബുകയും നിന്നെ ആരാണ് സ്നേഹിക്കുന്നതെന്ന് ഫതഖുദും ജമീഅ, അങ്ങനെ നിന്നെ ആരെയും സ്നേഹിക്കുകയാണ് എങ്കിൽ നീ എന്താണ് അവരെ പിടികൂടണം മൊത്തത്തിൽ എന്നാൽ നരകത്തിലേക്ക് നീ അവരെന്താ മുഴുവൻ പിടികൂടേണ്ടതുണ്ട് തന്നെ. ഫതഖുദുഹും, ആ നരകം അവരെ പിടികൂടും, മൊത്തത്തിൽ നരകത്തിലേക്ക് പിടികൂടും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഹദീസ് ഉള്ളത്. അബൂ ഹാസിം റഹിമഹുല്ലാഹു തആല യഖൂലു മഹാൻ പറയുന്നുണ്ട് യൂഖബു മൻ യുഅല്ലിമു ദുനിയാ ബൈന യദൈഹില്ലാഹ്, അല്ലാഹുവിന്റെ മുന്നിൽ
ഈ പ്രപഞ്ചത്തിന് ആദരവ് കൽപ്പിച്ച് അഴക് നൽകി ബഹുമാനിച്ചവരുണ്ടെങ്കിൽ അവനെ നിർത്തപ്പെടുകയാണ്. എന്നിട്ട് വയുഖാലു അവനോട് ചോദിക്കും, അതല്ലതീ അള്ളമ അള്ള നിസാരപ്പെടുത്തിയ ഒന്നിനെ ആദരിച്ചവരല്ലേ താങ്കൾ? അങ്ങനെ വരുമ്പോൾ ഇവന്റെ മുഖത്തിലെ മാംസങ്ങൾ കൊഴിഞ്ഞു വീഴും. നിങ്ങൾ ഹജിൽ പേടിച്ചത് കൊണ്ടല്ല, പേടിയാണ്. അത്രത്തോളം പേടി അവർക്കുണ്ട്. അള്ളാൻ ഇഷ്ടം വെക്കുന്ന ആരെങ്കിലും ബാധിച്ചാൽ എന്താ വേണ്ട പണിന്നറിയാമോ? അങ്ങനെ വാദിക്കുന്നുണ്ടെങ്കിൽ ശരിയല്ല. യുഹിബ്ബുദ്ദുനിയ എത്തരത്തിൽ പ്രപഞ്ചത്തിനോട് വല്ല പ്രേമാണ്, ആ നിലക്കാണ് അള്ളാഹ് കൂടെ ഇഷ്ടം എന്ന് പറഞ്ഞു. എന്നാൽ കാദിനോ കള്ളനാണ്. കാരണം അന്നമൻ ഷറത്തൽ മുഹിബ്ബി ഈ മുഹിബിന്റെ ഷറത്തിൽപ്പെട്ടതാണ് എന്ത്? മുഹിബിന്റെ ഇഷ്ടക്കാരായ മാവ് വെറുക്കുന്ന കാര്യങ്ങളൊക്കെ ഇവനും വെറുക്കണം. ദുനിയാവനല്ലാത്ത വെറുക്കുമായിരുന്നു. മഹാൻ പറയുന്നു, പലകര ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ത്? അന്നല്ലാഹത്തായ നിശ്ചയം അല്ലാഹുത്തല പറയുന്നു എന്ത്? ഇന്നാഹുവനമാനസായിമില്ലാലും ആലിമിനെ കൊണ്ട് പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ വളരെ നിസ്സാരമായവനാണ് ഞാൻ. അവന്റെ വികാരം എന്താന്ന് പറയുമ്പോ തെരഞ്ഞെടുത്തു അലാ ത്വാത്തി എന്നെ അനുസരിക്കുന്നതിന്റെ മേൽ. എന്തിന്? അന്നഹീമഹു അദ്ദേഹത്തെ ഞാൻ തടയണം. ലതീത മുനാജാത്തി എന്റെ മുനാജാത്തിന്റെ രസമുണ്ടല്ലോ, എന്റെ മുനാജാത്തിന്റെ ആ രസത്തിനോട് അവന്താണ് അപ്പോ എനിക്ക് ആരാധിക്കുന്നതിനേക്കാൾ ഇത് അവന്റെ വികാരം തെരഞ്ഞെടുത്താൽ എന്താ ഉണ്ടാകാൻ അറിയോ? അള്ളയുമായി എന്റെ മുനാജാത്തിന്റെ ആ മുനാജാത്തിന്റെ രസം അള്ളാഹു തടഞ്ഞു വെക്കും. ഇതുണ്ടാവാണ്. മഹാനന്റെ ശിഷ്യന്മാരോട് പറയുന്നു, താലോബിന നിങ്ങൾ എല്ലാവരും നമ്മളെയും കൊണ്ട് കൂട്ടിപ്പോവണം. പശ്ചാത്താപം ജനങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പാപമുണ്ട്. ആ പാപത്തോട്ട് ഞാൻ പശ്ചാത്തപിക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ ചോദിക്കും, ഏതാണ് തൂബ? അമാഹുവാദെന്താ ചോദിച്ചു. അപ്പൊ അള്ള പറയും, ദുന്യാവിനെ ഇഷ്ടം വെക്കുക എന്ന് ദുന്യാവിനെ വീണ്ടും ഇഷ്ടം വെക്കും. ലിജാലും ഒരു കൂട്ടർ അങ്ങനെ ആ ദുനിയാവിനെ അവർ ആരാധിക്കും. ദുന്യാവിനെ അയലുകാർക്കും അവർ ആരാധിക്കും. ഇതൊക്കെ ഉണ്ടായി ഓരോ ദുന്യാവുണ്ടായി. ഹസനിൽ ബസരി റളിയല്ലാഹു തആല യഖൂൽ മഹാൻ പറയുന്നു, മല്ലം യജിഅൽ ഹുബ്ബദ്ദുനിയാവിൽ കബായിരി ഫഖദ് അഖ്താ തരീഖ. ദുനിയാവിനെ സ്നേഹിക്കൽ വൻകുറ്റപ്പെട്ടതാക്കിയിട്ടില്ല എങ്കിൽ അവൻ പിഴച്ചുപോയി എന്നാണ്. അവൻ കുറ്റമാവേണ്ടതാണ് പറയുന്നത്. പതാലിക്കാതിന്റെ അന്നൽ കുബറ എമ്പനി നിഷേധം തന്നെ പിറവിയെടുക്കും. അതിന് ദുനിയാവുള്ള ആഗ്രഹത്തിന്റെ മേൽ. ദുനിയാവ് എത്ര കണ്ട് ആഗ്രഹിക്കുന്നു അത്ര ആഗ്രഹം വരുമ്പോ പിറവി താനെ വരും കുഫർ. ഒൽത്തു ഷെഹറായിമാൻ പറയാം, ഞാൻ പറയട്ടെ, വദാലിക്ക് അത് അന്ന സബബൽ കുഫരി ബില്ലാഹി തആല അല്ലാഹനെ കൊണ്ട് കാഫിറാകുക എന്നതിന് കാരണം ഇസ്യാനു മാ ജാഅതി ബിഹി റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം. പ്രവാചകർ കൊണ്ടുവന്ന ഏതെല്ലാം കാര്യമുണ്ടോ അത്തരം കാര്യങ്ങൾ എന്താവുക? ഇസ്യാൻ എതിര് ചെയ്യുക എന്നുള്ളതാണ്. അസ്വദൻ അസിയായിട്ട് അല്ലെങ്കിൽ കിബറായിട്ട്. കിരാമ രണ്ടും മിന്നും ദുനിയ. അസദും കിബറും ഒക്കെ ദുനിയാവിന്റെ പ്രേമത്തിൽപ്പെട്ടതാണെന്ന് വല്ലാഹു അഅലം. വഖദ് കാന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം യഖൂൽ ഹവാരിയീന, തന്റെ ഇഷ്ടക്കാരും പ്രിയക്കാരുമായ അടുത്തുള്ള ആൾക്കാരോട് മഹാൻ പറയുന്നു, ഈസാ നബി ബി അഖിയഖൂലക്കും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു എന്നൊക്കെ കൊണ്ട് എന്താണ്? ഇന്ന ഹുബ്ബ ദുനിയ റൗസു കുല്ലി ഖതിഅത്തിൻ. ദുനിയാവിലുള്ള പ്രേമുണ്ടോ എല്ലാ നാശത്തിന്റെ താക്കോൽ തുറന്നതിനർത്ഥം ഹെഡാണത്. പ്രകാരം മാലിക് റളിയല്ലാഹു തആല ഖുൽമാൻ പറയുന്നു, നിങ്ങൾ സൂക്ഷിക്കണം സഹാറത്ത ഒരു സീറിനെ അല്ലത്തി അങ്ങനത്തെ പണ്ഡിതന്മാരുടെ ഹൃദയത്തെ കവർന്നെടുക്കും. തൊൽകീയും അവരെ ജോലിയാക്കും. അല്ലാഹിത്താല അള്ളാഹത്തോട് ജോലിയാക്കും. ഇബാദത്ത് ചെയ്യാൻ കഴിയൂല. ഇങ്ങനെയുള്ള കൂട്ടക്കാരുണ്ടല്ലോ
അത് വല്ലാത്തൊരു അപകടമാണ്. എന്താണ് ഈ ദുനിയാവ്? അർത്ഥമായി ദുനിയാവാണത്. ഇങ്ങനെ സിപ്പാക്ക് അതപ്പോ ദുനിയാവ് മാറൂത്തിന്റെ സിഹറിനേക്കാൾ ഏറ്റവും പടക്കും മോശമായതുമാണിത് ഈ സിഹർ എന്നാണ്. കാരണം അന്നതാരിക്ക ആറൂത്തും മാറൂത്തും പഠിച്ചതായിരിക്കുന്ന സാധനം അത് യുഫാറ്റൊക്കെ ഭയം മറിയാൻ ചോദിച്ചു. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിക്കലുണ്ടാവുള്ളൂ. അതാണ് കാരണം. ഇതോ യുഫാറ്റൊക്കെ ഭയലാഭിച്ചു റബ്ബി അബുദും റബ്ബും തമ്മിൽ തെറ്റിലാവും ഈ പറഞ്ഞ രൂപത്തിലാവുമ്പോ. മറ്റത് ദുനിയാവിന്റെ സൂക്ഷ്മത പറഞ്ഞതാണ്. ഇത്തക്കു ദുനിയ എന്ന് പറയണേ. ദുനിയാവ് സൂക്ഷ്മ സാറത്തിലെത്തി തസ്കർ കുരുമ്പും പണ്ഡിതന്മാരുടെ ഹൃദയമൊക്കെ നാശമാക്കുന്ന ജോലിനെ ഇതാക്കുന്ന ഒന്നാണ് സഹാറത്ത്. അതാണ് ദുനിയാവ് കാണുന്നത്. എപ്പോഴും മാൻ പറയുന്നു ലക്കത് അതിർക്കനാശ ഞങ്ങൾ ജനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. ബഹും ഞറോന ദുനിയ എന്തും ദുനിയാവിനെ പറ്റി അവരുടെ അടുത്ത് അവര് അഭിപ്രായപ്പെടുന്നത് അതിന്റെ ഉടമസ്ഥൻ എപ്പോൾ തിരിച്ചു വരുമ്പോ അപ്പോൾ തിരിച്ചു കൊടുക്കേണ്ട സ്വത്താണ് മതിയാത്താണ് ദുനിയാവ് എന്നാണ് മനസ്സിലാക്കി. നൈസലകും വീക മിൽക്കും ഓൽക്കതിൽ അധികാരം അതിലില്ല. അതുകൊണ്ടല്ലേ ഒരു സാഹബുലാഹറത്തി ഷിഫാഫ അള്ളാഹുവിന്റെ അടുത്തേക്ക് അവർ എന്തായ ആഹ്റത്തിലേക്ക് പോയത്? അല്ല പേടിച്ച് വിക്രനായിട്ടാ പോയത്. അബു സുലൈമാൻ ദാറാഹുല്ലാഹുത്തലപ്പോൾ ഞാൻ പറയുന്നു എന്താ പറയുന്നറിയോ? ദുനിയാവിനെ കുറിച്ച് നല്ല പേടിയുണ്ട്. അവർ നിലയിൽ നീ എന്താണ് ഉണങ്ങിയ റൊട്ടി തിന്നളാന്നാണ്. അന്നക്ക അതിനെ സാഹിദീന നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. നിന്റെ ശരീരത്തിൽ നീ എണ്ണും. ഇത് കഴിഞ്ഞാല് നീ എന്താണ് സാഹിദിൽപ്പെട്ടതായിട്ട് എണ്ണും. ഇപ്പോൾ എണ്ണണ്ട ആക്കുമ്പോൾ എണ്ണിയ നടത്തും. ഇന്ന സഹീറ ദുനിയ കാരണം ദുനിയാവിന് ചെറുത് യജുറു ഇലാ കബീര ദുനിയാവിന് വലിയിലേക്ക് വലിച്ചുണ്ടാവും. പിന്നെ അടിമ പോലും അറിയൂല ആ നിലക്ക് പഠിച്ചു. ഇതൊക്കെ അള്ളാഹിനെ കൊണ്ട് കഴിയുണ്ട്. അക്കാല സുഫിയാൻ ബിൻ ഉയൈന റഹിമഹുല്ലാഹു മാൻ പറയാം ഇന്നമാ അക്സറൽഖൗം മിൻ ദിക്രില്ലാഹി തആല അള്ളാഹിനെ ഓർക്കുക എന്നൊരു പണിയാണ് കൗമ് ചെയ്യേണ്ടത്. അങ്ങനെ കൗമ് എന്ത് ചെയ്യുന്നറിയാമോ? അക്സറന്നല്ല അങ്ങനെയല്ല. ഇന്നമാ അക്സറൽഖൗം മിൻ ദിക്രില്ലാഹി തആല അള്ളാഹു തആലാക്ക് ദിക്ർ ചെല്ലുക എന്നതാണ് കൗം അധികരിപ്പിച്ചത്. അത് എന്തിനാന്ന് വെച്ചാൽ ദിക്ർ കൂടുതലാക്കിയ ദുന്യാവ് അത് തൊട്ട് പോയി കാലത്തായി പോകുന്നു. അപ്പൊ ദിക്ർ അങ്ങനത്തില്ല. എന്നാ ദുന്യാവ് എല്ലാം കടന്നുകൂടില്ല. വൈന്നകും ഇതാ ദക്കറുള്ള ഭാഗത്ത് അള്ളാഹിനെ കുറിച്ച് ദിക്ർ ചെല്ലുമ്പോ അത് അകലം പോകും. വൈദാ തബറുക്കു അരി ദിക്രി ദിക്റിനെ വിട്ട് അവർ വിട്ടുപിരിഞ്ഞാലോ അഹത്തി അയനാസിയും അവിടെ പേരടികൾ പിടിക്കുന്നത്. പതിനെന്താലിക്കൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കാര്യം മനസ്സിലാക്കി നോക്കണം.